നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്നലെ ഒരു വലിയ മുഖ്യ ദിവസമാണ്. എന്തുകൊണ്ടത് മുഖ്യ ദിവസം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ എന്തോ നടന്നെന്നില്ല. മൂഡീസ് തന്നെ കடைசி ഡേറ്റിംഗ് ഏജൻസി മോദിക്ക് ഹയസ്റ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് കൊടുത്തായിരുന്നു. മറ്റവരൊക്കെ ക്രെഡിറ്റ് റേറ്റിംഗ് കുറച്ചായിരുന്നു. എപ്പോൾ തന്നെ ഈ ക്രെഡിറ്റ് റേറ്റിംഗ് കുറയ്ക്കുമെന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഇന്നലെ കുറച്ചായിരുന്നു. ക്രെഡിറ്റ് റേറ്റിംഗ് കുറച്ച്, അതായത് എല്ലാവരും യൂണിഫോം ആയിട്ട് കുറച്ചുവെങ്കിൽ ഫസ്റ്റ് റിയാക്ഷൻ എന്തായെന്ന് വെച്ചാൽ 30-year ബോണ്ട് 5% മുകളിൽ പോയായിരുന്നു. അങ്ങനെയെന്ന് വെച്ചാൽ ലോങ് ടേമിൽ അമേരിക്കൻ ഗവൺമെൻറ് കടം വാങ്ങുന്നത് 5% മുകളിൽ പോയിരിക്കുന്നു. ഇന്നത്തെ കാര്യം നമുക്ക് വ്യക്തമായി. ഓബിയസ് ഇങ്ങനെ ചെയ്യേണ്ട മെയിൻ റീസൺ എന്തെന്ന് വെച്ചാൽ ട്രംപിൻ്റെ ബില്ല് പാസ്സായി, കൺസർവേറ്റീവ് റിപ്പബ്ലിക്കൻസ് അപ്രൂവ് ചെയ്ത് കോൺഗ്രസിനും സെനറ്റിനും പോകാൻ പോകുന്നു. മോസ്റ്റ് ലൈക്ലി അപ്രൂവ് ആകും. കുറച്ച് സ്പെൻഡിങ്ങിന് കൺസ്യൂമും ചെയ്ത് ഒരുപാട് ടാക്സ് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെന്ന് വെച്ചാൽ എന്തെന്നാൽ ഒരു പീസ് ടൈമിൽ പാൻഡമിക് ഇല്ലാത്ത സമയത്തിൽ അമേരിക്ക കാരണം ഡെഫിസിറ്റിനെ കുറയ്ക്കാൻ പറ്റുന്നില്ല എന്ന കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നു. ബൈഡനെ കൊണ്ടും പറ്റിയില്ല, ട്രംപിനെ കൊണ്ടും പറ്റിയില്ല. ഞങ്ങൾ ഈ റെസ്പോൺസിബിളായിട്ട് തന്നെ ബിഹേവ് ചെയ്യും, നിങ്ങളെ കൊണ്ട് പറ്റിയത് നടത്ത്, അങ്ങനെ അമേരിക്ക പറയുന്നതായിട്ടാണ് ലോകം കൺസിഡർ ചെയ്യുന്നു. ഇതേ സമയം കൊണ്ട് ട്രംപ് ലോകത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ ട്രംപ് ചെയ്യുന്ന ഒരുമാതിരി കോമഡിയായ കാര്യങ്ങളൊക്കെ ഡോളറിൻ്റെ മുകളിൽ കോൺഫിഡൻസിനെ പുഷ് ചെയ്യുന്നു. അങ്ങനെ ഇരുന്നാലും ഡോളറിന് ആൾട്ടർനേറ്റീവ് ഇല്ല. അങ്ങനെ ഇരുന്നാലും ഡോളറിൻ്റെ വാല്യൂ കുറയും. ഇന്നലെ 3180 വരെ ഇരുന്ന സ്വർണം തിരികെ 3210 കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന് ഈ മോദീസ് ചെയ്തത് തന്നെ കാരണം ഇന്ന് ഇവിടെ ഗോൾഡ് 35 രൂപ കയറിയിട്ടുണ്ട്. 6750 വരെ പോയായിരുന്നു. സ്വർണത്തിന് മെയിൻ സപ്പോർട്ട് ഇപ്പോൾ ട്രംപ് തന്നെ. ട്രംപ് ഓടി ഓടി സ്വർണത്തിന് ജോലി ചെയ്യുന്നു. ഇതുപോലത്തെ ഒരു സമയങ്ങളിൽ ജെറോം പോളിനെ ഫോഴ്സ് ചെയ്ത് റേറ്റ് കട്ട് ചെയ്യാൻ വച്ചുവെങ്കിൽ സ്വർണം ഇനിയും കയറും എന്നതിൽ ഏതൊരു മാറ്റവുമില്ല. അതുപോലെ ഈ ബിൽ പാസ്സായെങ്കിലും ഡോളറിൻ്റെ വാല്യൂവിൽ പ്രഷർ വരും. ഗോൾഡ് കയറും എന്നതിൽ എനിക്ക് ഏതൊരു സംശയവുമില്ല. കാരണം ഇന്നലെ അമേരിക്കയിൽ നടന്നത് സ്ട്രെങ്തൻ ആകുമെന്നതും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. സമയം കൊണ്ട് ഈ ജാപ്പനീസ് സെൻട്രൽ ബാങ്കിലിരുന്ന ഒരാൾ നമ്മളെ സ്ഥലങ്ങളിൽ ഇൻഫ്ലേഷൻ കയറുന്നു, ഗ്രോത്ത് കോൺഫിഡൻ്റായി വന്നായിരുന്നു, കാരണം ഞങ്ങൾ വന്നിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റാൻ പോകുന്നു, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞായിരുന്നു. ഇതിന് ക്ലിയർ ഇൻഡിക്കേഷൻ എന്തെന്ന് വെച്ചാൽ എന്ന് വളരെ സ്ട്രെങ്തൻ ആക്കും എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നു. ഇത് അമേരിക്കയിൽ നടന്നുള്ളത്. ജപ്പാൻ സംസാരിച്ചത് ഡെംസുറിന് വളരെ ഫേവറബിളായ ന്യൂസാണ്. ഇത് കാരണം തെളിച്ച 1800 പോകുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും പോകത്തില്ല എന്ന്. ഇസ്രയേലിനെ ഇന്നും അറ്റാക്ക് ചെയ്ത് ഇന്നലെ നൈറ്റ് ഉക്രൈനെ തീരുമാനിച്ച റഷ്യ ഈ ലോകത്തിൽ സ്റ്റേറ്റസിനെ കണ്ടിന്യൂ ആക്കും. ഇത് നാം അറിയാൻ പറ്റുന്നു. ഇത് നമ്മളെ പ്രൊമൈസിനെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. പ്രൊമൈസ് എന്ന് പറഞ്ഞാൽ പ്രൊമൈന നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെ പോകുന്നു. അങ്ങനെയെന്ന് പറയുന്ന ന്യൂസിനെ കൺഫേം ചെയ്യുന്നതാണ്. ഒരുപാട് വാർത്തകൾ വന്നായിരുന്നു. ടൊയോട്ട എന്ത് പറയണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ഞങ്ങൾ 5 മില്യൺ വെഹിക്കിൾ നെക്സ്റ്റ് ഇയർ വിൽക്കുമെന്നും, അങ്ങനെയെന്ന് പറഞ്ഞാൽ 50 ലക്ഷം വണ്ടി, വർഷം 4,67,000 വണ്ടി രഹത്ത് ഞങ്ങൾ വിറ്റിട്ടുണ്ടെന്നും, അടുത്ത വർഷം 5 ലക്ഷം വണ്ടിയാണ് ഞങ്ങൾ ടാർഗറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. 9 EV വണ്ടിനെ ഞങ്ങൾ റിലീസ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് കാരണം എന്ത് മനസ്സിലാവുമെന്ന് വെച്ചാൽ EV വന്നിട്ട് ഓവറോളായിട്ട് ഗ്ലോബലായി സെൻറ്റർ സ്റ്റേജിന് വരുമെന്നും. പക്ഷേ ഇതിങ്ങനെ ഇരുന്നാലും ജപ്പാനും അമേരിക്കയും ടാരിഫ് നെഗോഷിയേഷൻ അവരെ കൊണ്ട് പറ്റാത്ത കാരണത്താൽ ജപ്പാനിന് പാസ് കിട്ടും. അത് കാരണം പ്രോഫിറ്റബിലിറ്റിയെ ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് ടൊയോട്ട പറഞ്ഞായിരുന്നു. ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡെവലപ്മെൻ്റ് ആണ്. EV വെഹിക്കിൾസ് വന്നിട്ട് അടുത്ത ഒരു സ്റ്റേജിലോട്ട് മുമ്പോട്ട് പോകുന്ന ഒരു കാലമാണ്. EVയും മെയിൻലി ഹൈബ്രിഡ് വണ്ടിയും മാത്രം തന്നെ ടൊയോട്ട വിൽക്കാൻ പോകുന്നതായിട്ടും ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നോക്കുമെങ്കിൽ ടാറ്റ സ്റ്റീൽ ഒരു വലിയ അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കൗശിക് ചാറ്റർജി എന്ന ആൾ എന്ന് പറയണമെന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ഫിനാൻസ്, ഞങ്ങൾ വന്നിട്ട് ക്രോസ് കട്ടിങ് ലാസ്റ്റ് ഇയറേ ചെയ്തായിരുന്നു. ടേക്ക് ഓഫ് കട്ടിങ് എന്ന് പറയുന്ന ഒരു വാക്കിനെ യൂസ് ചെയ്തായിരുന്നു. നമുക്ക് ആ ടെക്നിക്കൽ ടേംസ് ഒന്നും വേണ്ട, ബേസിക്കലി റൂത്ത്ലെസ് കോസ്റ്റിനെ കട്ട് ചെയ്യുമെന്ന് പറയുന്നു. ഈ വർഷം 11,500 crores എക്സ്പെൻസിനെ കുറയ്ക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ചെലവുകളാണ്. അതായത് അവർ ചെലവുകളെ കുറയ്ക്കും എന്ന് പറഞ്ഞായിരുന്നു. ഈ കാര്യത്തിന് അവർ മുമ്പേ തുടങ്ങിയായിരുന്നു. ടാറ്റ സ്റ്റീൽ വിൽ ബിക്കം മോർ പ്രോഫിറ്റബിൾ,
ആൻഡ് വിൽ ബിക്കം മോർ എഫിഷ്യൻറ്റ് എന്നതിൽ ഏതൊരു മാറ്റവും ഇല്ല. അതായത് ലാഭം വളരെ കൂടുതലാകും, പൊസിഷനും സ്ട്രെങ്തൻ ആകും. അത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നു. ഇത് സ്റ്റീലിനെ കുറിച്ച് സംസാരിക്കുന്ന കാരണത്താൽ മിറ്റലിനെ കുറിച്ച് നോക്കാം. മിറ്റൽ സ്റ്റീലിൻ്റെ ഓണർ ഇത്ര ദിവസം ലണ്ടനിലാണ് ഇരുന്നത്. ലണ്ടനിൽ ഇരിക്കുന്ന ടാക്സസ് ഒന്നും എന്നെ കൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ദുബായ്ക്ക് മാറാൻ പോണതായിട്ടും എമിറേറ്റ്സിൽ വരുന്നതായിട്ട് പറഞ്ഞായിരുന്നു. ഇതേൽ അവർ എസോണ സ്റ്റീൽ ഓൺ ചെയ്യുന്നു. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ എന്ത് നടക്കണമെന്ന് അറിയാൻ പറ്റും. ടാറ്റ മോട്ടോഴ്സ് എന്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ വെറും 65,000 വണ്ടി തന്നെ ലാസ്റ്റ് ഇയർ വിറ്റു എന്ന് പറഞ്ഞു. പോയ വർഷത്തിന് ഈ വർഷത്തിന് 10% കുറവ് എന്നും, എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ പുതിയ വേരിയൻസ് ലോഞ്ച് ചെയ്തില്ല എന്നും, ഈ വർഷം മാർക്കറ്റ് ഷെയറിനെ തിരികെ പിടിക്കാൻ വേണ്ടിയിട്ട് ന്യൂ വേരിയൻസിനെ ലോഞ്ച് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. പെട്രോൾ ഡീസലിലും ഞങ്ങൾ മോഡൽ ലോഞ്ച് ചെയ്യും എന്ന കാര്യം അവർ തെളിവാ പറഞ്ഞിട്ടുണ്ട്. ഇത് വന്നിട്ട് ടാറ്റ കുടുംബത്തിനെ കുറിച്ച് വന്ന ന്യൂസാണ്. സൺ ഫാർമ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ US FBI അപ്രൂവൽ വാങ്ങിയായിരുന്നു. അടുത്ത ജനറേഷനിൽ സ്കിൻ കെയർ ഡിവൈസ് എന്ന് പറയുന്ന കാര്യങ്ങളും കണ്ടുപിടിക്കുന്നു. അതായത് ഒരു വ്യാധിനെ കുറിച്ച് സംസാരിക്കുവാനിരുന്നു. നിങ്ങൾ അന്നക്കണ്ട വിട്ടുവെങ്കിൽ സ്കിൻ ക്യാൻസർ ആയിട്ട് മാറും. അതിന് വന്നിട്ട് ഒരു ഫ്ലൂറസൻ ട്യൂബിനെ വെച്ച് തന്നെ ട്രീറ്റ് ചെയ്തിട്ടിരുന്നു. അതിന് ബദൽ ഒരു തെറാപ്പി യൂസ് ചെയ്യുന്നതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് അതൊരു തനി ഡിവൈസാണ്. ഡെർമറ്റോളജിയിൽ അവർ വളരെ സ്ട്രോങ് ആയിട്ട് കൺട്രോൾ എടുത്തു എന്ന് ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഒരുപാട് ദിവസത്തിന് മുമ്പേ നമ്മൾ സൺഫാർമയെ കൺസിഡർ ചെയ്തു. എന്തുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്തു എന്ന് വെച്ചാൽ ആ സമയത്തിൽ ലാൻ വാക്സിൻ അവർ വാങ്ങി അതിന് ഡൈജി ഇഗ്നേസ് ഷെയർസ് കൊടുത്തു. ഡൈജി അടുത്ത ദിവസമേ ആ ഷെയർസിനെ വിറ്റായിരുന്നു. ഡൈജി ആ ഷെയറിനെ വിറ്റ കാരണത്താൽ മാർക്കറ്റിൽ സൺഫാർമയുടെ ഷെയർ 300 രൂപ വരയ്ക്കും ഇറങ്ങിയായിരുന്നു. മോൾഡീവ് സൈക്കിൾ എന്ന കമ്പനിയിൽ സൂപ്പർ ബൈക്ക് എന്ന കോൺസെപ്റ്റിൽ അതിൽ വന്നിട്ട് 48,000 ബജാജ് വന്നിട്ട് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഇതിൽ ഒരുപാട് വാഹനങ്ങൾ വിൽക്കാതെ മാറ്റിയിരുന്നു. ബാങ്ക് ഡെഫ്സി വരെ പോയായിരുന്നു. അജീവ് ബജാജ് വന്നിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ 23 മെയിൻ്റാകും ഞങ്ങൾ ഒരു ഡിസിഷൻ വരുമെന്ന് പറഞ്ഞായിരുന്നു. 666 മില്യൺ യൂറോ ബജാജ് ഗ്യാരണ്ടി ചെയ്ത് ക്രൗഡ് ഫണ്ടിങ് വെച്ച് ആ കമ്പനിയെ രക്ഷപ്പെടുത്താൻ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബജാജ് ഗ്യാരണ്ടി വന്നിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ബജാജ് വന്നിട്ട് 48% ഓണർ ഈ കമ്പനിയിൽ പതിയെ 100% ആക്കാൻ വേണ്ടിയ തീരുമാനമൊക്കെ അവരെടുത്തിട്ടുണ്ട്. താനിൽ നിസാൻ എന്ന് പറയുന്ന കമ്പനി വളരെ പ്രോബ്ലത്തിലാണ് ഇരിക്കുന്നു. അവരും പറയുന്നു അത് ഭയങ്കരമായിട്ട് അടിപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന്. ഞാൻ എന്ത് പറയണമെന്ന് വെച്ചാൽ പ്ലാനിലിരിക്കുന്ന 2 പ്ലാന്റിനെ ഞങ്ങൾ മൂടാൻ പോകണമെന്നും ഇന്ത്യയിലിരിക്കുന്ന പ്ലാന്റിനെ കട്ട് ചെയ്യാൻ പോകണമെന്നും പ്രൊഡക്ഷനെ നമ്മൾ നിർത്താൻ പോകുന്നുവെന്നും പറഞ്ഞിട്ടുണ്ട്. റെനോൾട്ട് അസാൽ എന്ന കമ്പനി ഇന്ത്യയിൽ ശ്രീപെരുമ്പുദൂർ പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോണിനാൽ ഒരുപാട് പ്രോബ്ലം വന്നിട്ടുണ്ട്. പുറമേളിൽ ബാറ്ററി മാനുഫാക്ചർ ചെയ്യുന്നത് കാരണം ഒരു പ്രോബ്ലം. ഇത് ശേഷം സയൻസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യന് വിക്രം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാതെ ആ ചെറുക്കൻ ഓഫീസിൽ വളരെ പ്രഷർ ഇരിക്കുന്ന കാരണത്താൽ മാനേജേഴ്സിൻ്റെ വെർബൽ അബ്യൂസ് കാരണം സൂസൈഡ് ചെയ്തതായിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ ഓല കാണാതെ പോയിട്ട് തന്നെ ഇരിക്കുന്നു. കറക്റ്റായ സെയിൽസ് നമ്പർ കൊടുക്കാൻ പറ്റുന്നില്ല. ബജാജും TVSും അവർ പൊസിഷനെ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റീസെൻ്റായി ഇനിയൊരു ന്യൂസ് എന്ത് പറയണമെന്ന് വെച്ചാൽ ഇലക്ട്രിക് 2 വീലറിൽ ബജാജ് TVS ആൻഡ് ഹീറോ മോട്ടോർ കാർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബജാജ് വളരെ സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്നു. ബോഗോ എന്ന് പറയുന്ന ഒരു വണ്ടീനെ അവർ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ 3 വീലർ ഇലക്ട്രിക് വണ്ടി വന്ന് ബോഗോ എന്ന പേരിലാണ് ഇരിക്കും. ഓൾറെഡി 75% ഓഫ് വാഹനങ്ങൾ വന്ന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. എന്നിട്ട് ഇലക്ട്രിക് തന്നെ ഇരിക്കുന്നു. അത് ബജാജ് വന്നിട്ട് ആൾമോസ്റ്റ് 140 വണ്ടി തന്നെ ഡിഫറൻസ്. അവർക്കും മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രയെ അവർ എനി ടൈം ഓവർടേക്ക് ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ തെളിവായിട്ടിരിക്കുന്നു. ചീപ്പായിട്ട് ചൈനീസ് വണ്ടീനെ ഇമ്പോർട്ട് ചെയ്ത് വിറ്റുകൊണ്ടിരുന്ന ആൾക്കാരിന് ഇത് ഒരു വലിയ ഷോക്കാണ്. സുപ്രീം കോർട്ടിന് പോയ എയർടെൽ ഐഡിയയെ റിജക്റ്റ് ചെയ്തായിരുന്നു. നിങ്ങളൊന്നും വേവറില്ല, നിങ്ങൾ മര്യാദയ്ക്ക് ഇൻട്രസ്റ്റിനെയും പെനാൽറ്റിനെയും പേ ചെയ്യാൻ സുപ്രീം കോർട്ട് പറഞ്ഞായിരുന്നു. ഇതിന് മുമ്പേ ഗവൺമെൻറ്റിന് പോയി ഗവൺമെൻറ് അതിനെ റിജക്റ്റ് ചെയ്ത് ഇപ്പോൾ സുപ്രീം കോർട്ടിന് പോയി സുപ്രീം കോർട്ടും അതിനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ട്രേഡ് ഡെഫിസിറ്റ് വന്ന് വളരെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ ഇമ്പോർട്ട് കയറിക്കൊണ്ടേയിരിക്കുന്നു, എക്സ്പോർട്ട്സ് കുറയുന്നു. ഈ എക്സ്പോർട്ടിനെ കയറ്റാൻ ഷോർട്ട് ടേമിൽ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇത് കാരണം റുപ്പി ഇന്നും പ്രഷറിൽ തന്നെ ഇരിക്കും. എത്ര ദിവസം RBI കൊണ്ട് നിൽക്കാൻ പറ്റുന്നു അത്ര ദിവസം നിൽക്കട്ടും. ഇപ്പോൾ ഇന്നൊരു കാര്യം ചെയ്യാൻ പോകുന്നു. അടുത്ത 24 ഷെയറിനെ കുറച്ചായിട്ട് വിൽക്കും. 0.5% എന്ന് പറയുന്നു. ഇഷ്ടപ്പെടാതെ ഒരു അൺവാണ്ടഡ് ഷെയറിന് ആവശ്യമില്ലാതെ വിറ്റ് മാർക്കറ്റിൽ സപ്ലൈ കയറ്റിയെങ്കിൽ ഇനി മാർക്കറ്റിൻ്റെ പ്രൈസ് വളരെ പ്രഷറിലിരിക്കും. ആൾറെഡി IPO പ്രൈസ് LIC വന്ന് താഴെ കടന്ന് ഭയങ്കര ഒരു കഷ്ടത്തിലാണ് ഇരിക്കുന്നു. ഇങ്ങനെ നടന്നുവെങ്കിൽ ഇന്നും അത് കുറയും എന്നതിൽ
ഏതൊരു സംശയവുമില്ല. LICന് IPOയിലേ നിങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ അഡ്വൈസ് കൊടുത്തായിരുന്നു. കുറച്ച് പേർ അതിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർ അതിനെ ക്രിറ്റിസൈസ് ചെയ്തു. ചില ആൾക്കാർ ഓക്കെ അതിനെ കൺസിഡർ ചെയ്തു. അത് എന്തായെന്ന് നിങ്ങൾക്കേ അറിയാം. കാരണം ഇന്ന് മാർക്കറ്റ് 90 പോയിന്റ് താഴെ ഡൗണിലാണ് ഇരിക്കുന്നു. 15 വെച്ച് മുകളിൽ കയറ്റാൻ നോക്കുന്നു. ഒരുപാട് ദിവസം നീടിക്കൂല. പോയ ആഴ്ച വാങ്ങിയായിരുന്നു. ബട്ട് അമേരിക്കയിൽ മൂവീസ് ചെയ്ത കാരണത്താൽ നോക്കുന്ന സമയത്തിൽ ഡോളർ ഇന്ത്യയിലിരുന്ന് തിരിച്ച് വെളിനാട്ടിൽ പോകാൻ സാധ്യത ഉണ്ട്. അത് എപ്പോൾ എന്നതാണ് ചോദ്യം. ഇത് കാരണം രൂപ വന്നിട്ട് പ്രഷറിലിരിക്കും. ഗോൾഡ് വന്നിട്ട് സ്ട്രെങ്തൻ ആകും. വളരെ വ്യക്തമായിട്ട് നമ്മൾ സ്ട്രാറ്റജി റിപ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ബന്ധക്കാർക്കും ഈ വീഡിയോനെ ഷെയർ ചെയ്ത് അവരെ നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.